ഹലോ ഗൈസ്, കഴിഞ്ഞ മാസം തൃശ്ശൂരിൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ സെയിം റോലൊരു ഇരിക്കുന്ന ഒരു മകനെ പരിചയപ്പെട്ടു. അവന് ഒരു 10-20-25 ഇടയിൽ വയസ്സുള്ള ഒരു കുട്ടിയാണ്. വെൽ ഡ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്യുന്നതിൽ ഞാൻ സംസാരിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മാസ്ക് ധരിക്കാൻ കാരണം എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ അതല്ല, എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്, എനിക്ക് മറ്റൊരാളെ ഫേസ് ചെയ്യാൻ ഭയങ്കര ചമ്മലാണ്. ഞാൻ ചോദിച്ചു അതെന്തിനാ? പറഞ്ഞല്ല, എനിക്കൊരു ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഞാൻ ഐ എം നോട്ട് ദാറ്റ് മച്ച് ബെസ്റ്റ് എന്നുള്ള ഫീലാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ പാടില്ല, കാരണം ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഞാനാണെന്ന വിശ്വാസം മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. കാരണം അങ്ങനെയാണ്, നമ്മളാണല്ലോ ഏറ്റവും വെരി ബെസ്റ്റ്. ആ രീതിയിൽ മൈൻഡ് സെറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. കുറച്ച് സംസാരിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ വേഗം ഇയർഫോൺ എടുത്ത് വെച്ച് പാട്ട് കേട്ടുകൊണ്ട് പോകും, ഇങ്ങനെ മാസ്ക് ഇടും. അപ്പോൾ ആരെയും ശ്രദ്ധിക്കേണ്ടില്ലല്ലോ, എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ ഭയങ്കര ചമ്മലാന്ന് പറഞ്ഞു. നമ്മുടെ മോനെ ചെറിയ പ്രായമല്ലേ, സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പാടില്ല, നീ പുറത്തേക്ക് ഈ കവചങ്ങളെല്ലാം മാറ്റിവെച്ച് നീ പുറത്തേക്ക് ഇറങ്ങണം, പബ്ലിക്കായിട്ട് സംസാരിക്കണം. 2 പേരോട് 4 പേരോട് 10 പേരോട് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു കോൺഫിഡൻസ് കൂടും. ഐ ആം ദ ബെസ്റ്റ് എന്ന് മനസ്സിൽ തോന്നിയാൽ മതി. ഷാരൂഖ് ഖാൻ പോലും, എന്താ പറയുക, റൊമാൻറ്റിക് കിങ് എന്ന് പറയുന്ന ഷാരൂഖ് ഖാൻ പോലും ഞങ്ങളുടെ കീഴേ എന്നുള്ള ഫീലിങ്സിലാണ് ഞങ്ങളെ മൈൻഡ് സെറ്റ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. പാതി വഴി തന്നെ അവൻ മാസ്ക് ഊരി ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അവന് ഭയങ്കര ചിരിയും സംസാരിക്കും. ഞാൻ പറയാം, ഞാൻ അധിക യാത്രയിൽ ഇപ്പോൾ എയർപോർട്ടിലായാലും പൊതുവെ പെൺകുട്ടികളെല്ലാം കാണാം, ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വായിക്കുന്നത്. നല്ലൊരു റീഡറാണ് ഞാൻ, പക്ഷേ ഇങ്ങനെ വായിക്കുന്ന പോലെ കാണുന്നുണ്ട്. അതെല്ലാം എന്തിനാന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു കവചാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് പുതുതലമുറയോട്. നിങ്ങൾ ഈ ബുക്കിലേക്ക് ഇങ്ങനെ മുഖം പൂഴ്ത്തി വെക്കാതെ, അല്ലെങ്കിൽ ജെന്യൂനായിട്ട് വായിക്കുന്നതല്ലാതെ വെറുതെ ഇങ്ങനെ ബുക്ക് തുറന്നു വെച്ച് പബ്ലിക്കൊന്നും ശ്രദ്ധിക്കണ്ട, എനിക്കാരോട് സംസാരിക്കണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതാണെങ്കിൽ ദയവേത് ആറ്റിറ്റ്യൂഡ് മാറ്റണം. നിങ്ങൾ പുസ്തകം വെച്ചാലും ചെവിയിൽ വെച്ചാലും നിങ്ങൾ പ്രകൃതി ഒബ്സർവ് ചെയ്യുക, നിങ്ങളെവിടെയുള്ള ചുറ്റും ഒബ്സർവ് ചെയ്യുക, ജനങ്ങളെ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രം നിങ്ങൾ ഫ്യൂച്ചറിൽ ഗുണമുണ്ടാവും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക, ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക, പബ്ലിക്കിനടുത്ത് ഇടപഴകുക. ഓവറായിട്ട് മിങ്കിൾ ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ ചുറ്റും ശ്രദ്ധ വേണം, എല്ലാവരോടും സംസാരിക്കണം, ആ കോൺഫിഡൻസ് വളർത്തണം. ഈ മോനോട് ഞാൻ പറഞ്ഞ പോലെ ഐ ആം ദ ബെസ്റ്റ് എന്നൊരു ഫീൽ ഉണ്ടാവണം. ഓക്കെ, ഇതാണ് എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു. ബൈ.